everyone, so welcome back to my very first Pune vlog. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പൂനെ വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ ദേ നമ്മൾ പൂനെയിലേക്കാണ് വന്നിരിക്കുന്നത്. ഗുരുഗ്രാം എന്നൊക്കെ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ പൂനെയിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. പൂനെയിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഖരാടി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. നമുക്ക് ദൈവസാഹചര്യം കൊണ്ട് നല്ലൊരു അപ്പാർട്ട്മെൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അപ്പാർട്ട്മെൻറ്റ് ഓപ്പോസിറ്റ് തന്നെ നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കുറച്ചൊക്കെ ഐറ്റംസ് പച്ചക്കറിയൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അധികം ദൂരോട്ടൊന്നും പോകണ്ട കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വന്നിട്ട് ഒരു 3 days എങ്ങാണ്ട് ആയിട്ടുള്ളൂ. നമ്മളിത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഡിമാർട്ടിലോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ നിയർ ബൈ ലൊക്കേഷൻ ഡിമാർട്ട് ലൊക്കേഷൻ ഇട്ടിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഇവിടെ ശരിക്കും പൂനെയിൽ ആദ്യം വന്നത് ശ്രീയാണ്. ശ്രീ വന്നിട്ട് അപ്പാർട്ട്മെൻ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ അതെ ഈ ഒരു റോഡ് വഴി കേട്ടോ നമ്മുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോണത്. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഒരു കർട്ടൻ ഷോപ്പിലാണ്. നമ്മുടെ ഫ്ലാറ്റിന്റെ ഉള്ളിലുള്ള വിൻഡോസിന്റെ കർട്ടൻ, നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന കർട്ടനൊക്കെ ഭയങ്കര ലെങ്ത് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എവിടെ നോക്കിയാലും ഫർണിച്ചർ ഷോപ്പാട്ടോ. ഈ മന്ദിർ സ്റ്റോറൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സ്വർണ്ണക്കട പോലെ ഉണ്ട്. അത്രയും ഇവിടെ എല്ലാ സൈഡും, ഈ 2 സൈഡും റെസ്റ്റോറൻറ്റും ഉണ്ട്, ഫർണിച്ചർ ഷോപ്പും ഉള്ളൂ. വേറെ ഷോപ്പൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അതൊക്കെ. പിന്നെ ഇവിടെ നവരാത്രി ആയതുകൊണ്ട് എന്താ പറയുക, ഇവിടെ സ്റ്റേജ് കെട്ടലും ഭയങ്കര ആഘോഷമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റേജും കാര്യങ്ങളൊക്കെ അവർ കെട്ടുന്നുണ്ട്. ഇത് പോകുന്ന വഴിക്കൊരു അമ്പലം നമ്മൾ കണ്ടതാണ്. കൃഷ്ണനാണെന്ന് തോന്നുന്നു പ്രതിഷ്ഠ, എനിക്കറിയാം. നമുക്ക് ഒരു തവണ ഈ അമ്പലത്തിൽ വരാം. നല്ല രസമുണ്ട്. അവിടെ ഇങ്ങനെ കുറേ തൊഴുത്തുമാതിരി ഉണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ്. അവിടെ ഇങ്ങനെ തൊഴുത്തുമാതിരി ഉണ്ട്. അവിടെ ഇങ്ങനെ എല്ലാവരും ആ പശുക്കളൊക്കെ ഇങ്ങനെ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താ സംഗതി എന്നറിയില്ല. നമുക്ക് ഒരു ദിവസം അങ്ങോട്ട് പോവാം. അപ്പോൾ ഒരു ഡിമാർട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. പക്ഷെ ഡിമാർട്ടിൽ എത്തിയിട്ടും കാര്യമില്ലൊക്കെ തന്നെ ഡിമാർട്ട് ആയിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ നമുക്ക് ദേ പോയി വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം. ഇതേ നമ്മൾ ഡിമാർട്ടിൽ കയറി സാധനമൊക്കെ മേടിച്ച് അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ഡബ്ബാസൊക്കെ മേടിച്ചിട്ടുണ്ട്. ഡിമാർട്ടിൽ നമുക്ക് ഡബ്ബാസിനൊക്കെ നല്ലൊരു റേറ്റ് കിട്ടും കേട്ടോ. പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ എന്താ പറയുക, സാധനമൊക്കെ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുന്നതും ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കുന്ന പരിപാടിയൊക്കെ എനിക്കുണ്ട്. അതൊരു കുറച്ച് ദിവസം, ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേന് ചിലപ്പോൾ അതൊരു പൂപ്പൽ പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത്തവണ ഞാൻ വിചാരിച്ചാൽ അതൊന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ ഈവൻ എക്സ്പയറി ഡേറ്റ് പോലും കഴിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ സാധനം കേടായിട്ടുണ്ടാവും. അതുകൊണ്ട് ഡബ്ബാസിലൊക്കെ ഇട്ട് നീറ്റായിട്ട് വയ്ക്കണം എന്നുള്ളൊരു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ കിട്ടുന്ന ഒരു നമ്മുടെ പോപ്കോൺ ഉണ്ടല്ലോ, അതിന് 30 രൂപയും കൊണ്ടോ കേട്ടോ. അതൊക്കെ മേടിച്ച് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ പോപ്കോൺ കഴിക്കുമ്പോൾ നമുക്ക് ഓർമ്മ എന്ന് വെച്ചാൽ പണ്ട് നമ്മൾ സിനിമയൊക്കെ കാണാൻ പോകുമ്പോൾ പോപ്കോണിനൊക്കെ 30 രൂപയും കണ്ടോ ഉള്ളൂ. ഇപ്പോൾ സിനിമ കാണുന്ന ടിക്കറ്റിനെക്കാട്ടുള്ള റേറ്റ് പോപ്കോൺ ആണ്. പ്ലസ് GST കൂടെ അടിച്ച് വരുമ്പോഴത്തേനും പിന്നെ പറയണ്ട. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വന്നത് അതിൻ്റെ നിയർ ബൈ ഉള്ള ഡിമാർട്ടിൽ നിന്ന് അവിടെ നിയർ ബൈ ആയിട്ട് വരുന്ന DIY എന്നുള്ള ഷോപ്പാട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിൽ കിട്ടുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് DIY എന്ന് പറഞ്ഞിട്ട്. തനിക്കുട്ടിക്ക് ഞാൻ ഈ ഒരു ബോട്ടിൽ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ ഒരു ബോട്ടിൽ കേടായി പോയി കേട്ടോ. കേടായി പോയിച്ചാൽ അതിൻ്റെ അകത്ത് ഒരു ഐറ്റം മിസ്സായി പോയി. അവിടെ പോയെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് പിന്നെ അത് മേടിച്ചു. പിന്നെ ഇതുപോലത്തെ ഷീറ്റൊക്കെ അവിടെ നല്ല അവൈലബിൾ ആണ്. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കാനും നീറ്റായിട്ട് വെക്കാനും നമ്മുടെ നമ്മുടെ കബോർഡൊക്കെ ഉണ്ടല്ലോ, കിച്ചണിലെ കബോർഡിലൊക്കെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് സ്പൂണൊന്നും ഇടാൻ പറ്റത്തില്ല. ആ ഗ്യാപ്പിൽ കൂടെ അങ്ങ് പോകും. അപ്പം അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനത്തെ നമ്മുടെ മാറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്പൂണും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വെക്കാൻ പറ്റും. അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി സാധനം കേട്ടോ DIY എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വ്ളോഗ് ഞാൻ പിന്നെ കാണിച്ചു തരാം. എല്ലാ സാധനങ്ങളും കിട്ടും. എനിക്ക് ആകെ ഇതിൽ ക്വാളിറ്റി അത്ര കുറവാണെന്ന് തോന്നിയിട്ടുള്ളത് കിച്ചൺ ഐറ്റംസിൽ നമ്മളെ പാത്രങ്ങളില്ലേ, നോൺ സ്റ്റിക്ക് പാൻ, അങ്ങനത്തെ സാധനങ്ങളൊന്നും എനിക്ക് അത്ര നന്നായിട്ട് തോന്നിയില്ല. കാര്യം അതൊക്കെ നമ്മൾ ഇത്തിരി ബ്രാൻഡഡ് മേടിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അറിയില്ലല്ലോ ഇവരെന്ത് വെച്ചിട്ടുണ്ടാക്കിയ സാധനമാണെന്ന്. ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. ബാക്കിയൊന്നും ഒരു കുഴപ്പമില്ല. എല്ലാം അടിപൊളി സാധനങ്ങളാണ്. എനിക്കെല്ലാം വർത്ത് ഇറ്റ് ആയിട്ടാണ് തോന്നിയത് കേട്ടോ.
DIY നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ. കാര്യം നമുക്ക് വേഗം അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. നമ്മൾ തനിക്കുട്ടി അപ്പിട്ട് കളഞ്ഞു. അതുകൊണ്ട് അത് ക്ലീൻ ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ ഇറങ്ങി. കാര്യം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഫിഷ് മാർക്കറ്റിൽ പോകാനുണ്ട്. അപ്പോൾ നമുക്കറിയില്ലല്ലോ, ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ നല്ല ഫിഷൊക്കെ കിട്ടുമോ, നല്ല മീനൊക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം അറിയില്ലല്ലോ. ഫസ്റ്റ് ടൈം പോവല്ലേ. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ളതുകൊണ്ട് നമ്മൾ അധികം ലേറ്റ് ആക്കിയില്ല. ഫിഷ് മാർക്കറ്റ് നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ അടുത്ത് തന്നെ, ഖരാടിയിൽ തന്നെ ഉണ്ട് ഒരു ഫിഷ് മാർക്കറ്റ്. ആദ്യം നമ്മൾ പോവാൻ വേണ്ടി ഇരുന്നത് ഇവിടുത്തെ പൂനെയില് ഒരു പിംപിരി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഹോൾസെയിൽ ഫിഷ് മാർക്കറ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഫിഷും അവിടെ കിട്ടും എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നമ്മുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് അങ്ങോട്ട് പോകാനായിട്ട് ഒരു 54 മിനിറ്റ് കണ്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തത് സാറ്റർഡേ സൺഡേ നമ്മൾ പോയി വിസിറ്റ് ചെയ്ത് ഒരാഴ്ചത്തേക്കുള്ള ഫിഷ് മേടിച്ചിട്ട് വരാം, ഇങ്ങനെയായിരുന്നു വിചാരിച്ചത്. പക്ഷെ നമ്മളിങ്ങനെ ഗൂഗിളിൽ നോക്കിയപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെന്റ് അടുത്ത് തന്നെ ഒരു ഫിഷ് മാർക്കറ്റ് വരുന്നുണ്ട്. അതും ഹോൾസെയിൽ ഫിഷ് മാർക്കറ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഈ പിമ്പിരിയിൽ നിന്ന് ഇവര് ഫിഷ് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവരുന്നതാണെന്ന് തോന്നുന്നു, അറിയില്ല. നമ്മുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു 3 മിനിറ്റ്സ് അങ്ങോട്ട് എടുക്കത്തുള്ളൂ. അതും ഞാൻ വേറൊരു വ്ളോഗായിട്ട് കാണിക്കാം, ഫിഷ് മേടിക്കാൻ വരുന്നതായിട്ട്. അങ്ങനെ അതും നല്ല രസമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മൾ ഫിഷ് മാർക്കറ്റിൽ വന്നിട്ട് ഇവിടെ നമ്മുടെ എന്താ പറയുക, സെൽഫായിട്ടാണ് നമുക്ക് ഫിഷ് എടുക്കേണ്ടത് കേട്ടോ. അതിന് നമുക്ക് ഫിഷ് ഒന്നും എടുത്ത് തരില്ല. നമ്മൾ അവിടെ ഒരു പാത്രം അവിടെ വെച്ചിട്ടുണ്ടാവും, ഒരു സ്റ്റീൽ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ടാവും. നമുക്ക് ആവശ്യമുള്ള മീൻ എടുത്ത് ഇടുക. അപ്പോൾ ഇത് പ്രോൺസ് ഉണ്ട്, അയല ഉണ്ടായിരുന്നു, കണവയുണ്ട്, ക്രാബ് ഉണ്ട്, പിന്നെ നെയ്മീൻ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. നെയ്മീനല്ല, ചൂര ഉണ്ടായിരുന്നു. പക്ഷെ ചൂരയൊന്നും അത്ര എന്താ പറയുക, അത്ര ഫ്രഷ് ആയിട്ട് നമുക്ക് തോന്നിയില്ല കേട്ടോ. അങ്ങനെ അത്യാവശ്യമുള്ള മീനുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരുപാട് വെറൈറ്റി മീനൊന്നും കിട്ടൂല. അതും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് അയലയാണ്. കിടക്കണം കാണുമ്പോൾ തന്നെ എന്തോ എനിക്ക് അപകടമുള്ള പോലെ തോന്നി. പിന്നെ ഇത്തിരിയെങ്കിലും മെച്ചപ്പെട്ട സാധനങ്ങളാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഫിഷ് കളക്ഷൻ. ആവോലിയൊക്കെ നല്ലതായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ എന്താ പറയുക, എടുത്തിട്ട് നോക്കുമല്ലോ, നല്ലതാണോ എന്ന് നമുക്ക് കണ്ണ് നോക്കിയാൽ അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ അപ്പം ഞാൻ എന്താ ചെയ്യില്ല, കണവയ്ക്ക് 450 രൂപയാണ് കേട്ടോ കിലോ വെച്ചിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് കണവ ഒരുപാട്, അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു സർവീസ് കൊള്ളാൻ തോന്നുന്നു. അപ്പം എനിക്ക് ആവശ്യത്തിനുള്ള മാത്രം എടുത്താൽ മതി. മറ്റാകുമ്പോൾ നമുക്ക് അവരുടെ അടുത്ത് പറഞ്ഞെടുക്കുമ്പോൾ കുറച്ചധികം എടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള മാത്രം ഞാൻ എടുത്തു. പിന്നെ ഞാൻ പ്രോൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. പ്രോൺസൊക്കെ നല്ലതായിരുന്നു കേട്ടോ. 540 കേട്ടോ ഇവിടെ കിലോയ്ക്ക് പ്രോൺസിന്. വലിയ പ്രോൺസിനാണ്. ഇതിനെക്കാട്ടിലും വലിയ ടൈഗർ പ്രോൺസ്, ഇതും ടൈഗർ പ്രോൺസ് തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ കുറച്ചുകൂടെ വലിപ്പമുള്ള പ്രോൺസൊക്കെ അവിടെ കിട്ടും കേട്ടോ. എന്നിട്ട് പിന്നെന്താ പ്രോൺസ്, പിന്നെ കുട്ടി പ്രോൺസും കിട്ടും. എനിക്ക് കുട്ടി പ്രോൺസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കുട്ടി പ്രോൺസ് എനിക്ക് എനിക്ക് അത്ര നന്നായി തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തില്ല. പിന്നെന്താ എടുത്തേ, പിന്നെ നമ്മൾ ചൂര എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷെ ചൂര അത്ര സുഖമായിട്ട് തോന്നാത്തതുകൊണ്ട് അതെടുത്തില്ല. പിന്നെ നമ്മൾ ഒരു ആവോലി ഞാൻ പറഞ്ഞില്ല, നന്നായിട്ട് തോന്നി. അതുകൊണ്ട് രണ്ട് പീസ് എടുത്തു ആവോലി. കാരണം ഒരുപാട് അധികം എടുത്താലും കാര്യമില്ല. ഒരാഴ്ചത്തേക്കുള്ള കുറച്ച് മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ വന്ന് നമുക്ക് മേടിക്കാമല്ലോ. അത്യാവശ്യം എനിക്കൊരു നല്ലൊരു ഫിഷ് മാർക്കറ്റായിട്ട് തോന്നി. ഇനി രണ്ടാമത്തെ തവണ പോകുമ്പോഴത്തേന് എന്താണെന്നുള്ളത് അറിയാം. എനിക്കിപ്പോൾ ആദ്യം വന്ന ഫസ്റ്റ് ടൈമിൽ എനിക്കെല്ലാം നന്നായിട്ട് തോന്നി കേട്ടോ. പിന്നെ ഇവിടെ ചിക്കനും അവൈലബിൾ ആണ്. എന്നിട്ട് നമ്മളത് എല്ലാ ഫിഷും എടുത്തിട്ട് നമ്മളിത് വെയിറ്റ് എടുക്കാനായിട്ട് കൊണ്ടുകൊടുത്താൽ മതി. അവർ വെയിറ്റ് എടുത്തിട്ട് അതിൻ്റെ റേറ്റ് നമുക്ക് തരും. എന്നിട്ട് ആ ബില്ലും കൊണ്ട് നമ്മൾ അപ്പുറത്തെ സൈഡിൽ, ഒരു തൊട്ട് ചേർന്നിരിക്കുന്ന സൈഡിൽ തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് കുറേ പേര് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വലിയ വലിയ മീനൊക്കെ അവർ ക്ലീൻ ചെയ്ത് തരും. അപ്പുറത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് ലേഡീസ്, 3 ലേഡീസ് ഇരിപ്പുണ്ട്. അവർ പ്രോൺസ് ഒക്കെ ക്ലീൻ ചെയ്ത് തരും കേട്ടോ. പ്രോൺസ് ഒക്കെ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് തന്നു കേട്ടോ. അതിൻ്റെ അകത്തുള്ള മറ്റേ ബ്ലാക്ക് സാധനമൊക്കെ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് സൂപ്പറാക്കി തന്നു പ്രോൺസ് ഒക്കെ. അതിൻ്റെ തൊട്ടുമില്ല അവിടെ ചിക്കൻ കടയും ഷോപ്പും ഉണ്ട്. അപ്പോൾ അവിടെ നമ്മളൊരു ചിക്കനും മേടിച്ചിട്ടുണ്ട്. നമുക്ക് ഷിട്ടൂനും നമുക്കുള്ള അത്യാവശ്യത്തിനുള്ള സാധനം.
പുള്ളിക്കാരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വെച്ചാൽ നമ്മുടെ തനുക്കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ബഹളം തുടങ്ങി കേട്ടോ, അവൾക്ക് താഴെ ഇറങ്ങാൻ പറഞ്ഞിട്ട്. അപ്പം അവർ പറഞ്ഞൊന്ന് സൂക്ഷിച്ചോണേ, ഈ ഒരു ഏരിയയിൽ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത് ഭയങ്കര കൂടുതലാണ്. കഴിഞ്ഞ ആഴ്ച 2 പിള്ളേരെ എന്തോ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട്, ഒരു കുട്ടി രക്ഷപ്പെട്ടു. അതെന്ന് വെച്ചാൽ എന്തോ ഭയത്തിൽ ആ കൊച്ചിനെ തിരിച്ച് കിട്ടിയെന്നാണ് പറഞ്ഞത്. ആ അച്ഛനും അമ്മയും ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കൊച്ചി ഇറങ്ങി പോയതാട്ടോ, ഇവർ ശ്രദ്ധിച്ചില്ല. മറ്റേ കുട്ടീനെ ഒരു കാറിൽ വന്ന് നിർത്തിയിട്ട് ആ കൊച്ചിനെ എടുത്തിട്ട് പോയി, കിട്ടിയോ ഇല്ലോ എന്ന് അറിഞ്ഞുകൂടാ. അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയാട്ടോ. പിന്നെ ഞാൻ തനുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടില്ല, അവിടെ തന്നെ പിടിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് പറയാൻ പറ്റില്ല. ഈവൻ ചില ലേഡീസ് ആണെങ്കിൽ പോലും നമ്മൾ വന്നിങ്ങനെ കുഞ്ഞിനെ കൊഞ്ചിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓക്കെ അങ്ങ് വിട്ട് കളയും, ഓക്കെ കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ നമ്മൾ വിചാരിക്കും ലേഡീസ് ഒന്നും അങ്ങനെ എടുത്തിട്ട് പോവില്ല എന്ന്. പക്ഷെ അങ്ങനെ ലേഡീസാണ് കൂടുതലും കുട്ടികളെ എടുത്തിട്ട് ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ മുളക് പൊടി ഉണ്ടല്ലോ, മുളക് പൊടി കണ്ണിലേക്ക് എറിഞ്ഞിട്ട് കുട്ടിയെ എടുത്തിട്ട് ഓടിക്കളയും കേട്ടോ. ഇതാണ് മെയിൻ കേസസ്. അപ്പോൾ എല്ലാവരും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോ. ഇത് നമ്മൾ ചിലപ്പം പാവമെന്നൊക്കെ ചിലവരും ഇങ്ങനെ വന്ന് കൊഞ്ചിക്കുമ്പോൾ അങ്ങനെ നമ്മൾ വിചാരിക്കാം പോട്ടെ സാരമില്ലെന്ന്. പക്ഷേ എപ്പോഴും ഒരു ശ്രദ്ധ വേണം കേട്ടോ. അങ്ങനത്തെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ, അതിൻ്റെ ഫിഷ് മാർക്കറ്റിന് തൊട്ടടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഒരു വെജ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. നല്ല ഇൻറ്റീരിയർ ഒക്കെ ചെയ്ത ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ്. അങ്ങനെ കയറി നമ്മൾ കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഒരു കോഫി, എന്താ ഒരു മസാല ദോശയൊക്കെ ഞാൻ ഓർഡർ ചെയ്തു. മസാല ദോശ നല്ല ദോശയായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അച്ഛനും അമ്മയൊക്കെ വരുമ്പോൾ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട്. നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. പക്ഷേ സാമ്പാർ, ഇവിടുത്തെ ഫുഡിന് കറിക്കൊക്കെ എനിക്ക് അറിഞ്ഞൂടാ, ഇനി വേറെ സ്ഥലത്ത് കഴിച്ചു നോക്കുമ്പോൾ അറിയാം. സാമ്പാറിന് ഭയങ്കര മധുരം. അതുപോലെ ശ്രീ മേടിച്ച പനീറിൻ്റെ എന്തോ മസാലയ്ക്ക് അതിനും ഭയങ്കര മധുരം. എനിക്ക് ഒന്നാ കറിക്ക് ഇത്രയും മധുരം വരുന്നതിനോട് എനിക്ക് അതും സാമ്പാറിലൊക്കെ മധുരം ഭയങ്കര കൂടുതലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം കഴിച്ചിട്ട് അതെ ഇവിടുന്ന് ആ റൈറ്റ് സൈഡിലാട്ടോ നമ്മുടെ ഫ്ലാറ്റൊക്കെ വരുന്നത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ ഫ്ലാറ്റിലേക്ക് പോവാണ്. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ നവരാത്രിയുടെ ഫംഗ്ഷനൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പാർട്ട്മെൻറ്റിൽ അത്രയും ലൈവ് അല്ല, ഫംഗ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഏതോ 2 ദിവസമാണ് വരുന്നത്, ലാസ്റ്റ് 2 ദിവസമാണെന്ന് തോന്നുന്നു വരുന്നത്. ശരിക്കും നമ്മൾ മറ്റേ വഡോദരയിലായിരുന്നു, നമ്മൾ ഇടയ്ക്ക് വെച്ച് വഡോദരയിലുണ്ടായിരുന്നു. അപ്പോൾ വഡോദരയിലായിരുന്ന സമയത്ത് അവിടെ 10 ദിവസം നവരാത്രി ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബെഡാ ഫംഗ്ഷനാട്ടോ. അതായത് 10 ദിവസമൊക്കെ ഗർബ ഡാൻസും ഒക്കെ ആയിട്ട് ഭയങ്കര അടിപൊളി ഫെസ്റ്റിവലായിരുന്നു. അതിനുശേഷം വന്ന് നമ്മുടെ നോർത്തിലെ സ്ഥലങ്ങൾക്കൊന്നും ഇത്രയും ഞാൻ സെലിബ്രേഷൻ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. ദീപാവലിയൊക്കെ ഭയങ്കര ഫംഗ്ഷനായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നവരാത്രി ഒന്നും ഈ 10 ദിവസം ഗർഭയൊക്കെ കളിച്ച് ഇങ്ങനെ ഇവിടെ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് കാണാം കേട്ടോ. ഈ നമ്മുടെ ഫ്ലാറ്റിലേക്ക് പോകുന്ന റോഡാണ്. അതേ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ പച്ചക്കറി ഷോപ്പ് കേട്ടോ. ഞാൻ വന്നിട്ട് പച്ചക്കറിയൊക്കെ മേടിച്ചതൊക്കെ. ഞാൻ വന്നിട്ട് മുഖമൊക്കെ വൃത്തിക്ക് കഴുകി, എന്നിട്ട് നമ്മുടെ നമ്മൾ കഴുകാൻ പോകുന്നത് നമ്മുടെ ഫിഷാണ്. നമുക്ക് മേടിച്ച ഫിഷൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മൾ ഫ്രിഡ്ജിലേക്ക് കയറ്റണം. അപ്പോൾ നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. ഞാൻ ഉപ്പും വിനീഗറും ഇട്ടാട്ടോ ഞാൻ എപ്പോഴും ഫിഷ് കഴുകാറുള്ളത്. പിന്നെ പരുളുപ്പുണ്ടെങ്കിൽ അത് വെച്ചിട്ടും കഴുകാറുണ്ട്. പിന്നെ എൻ്റെ പരുളുപ്പൊന്നും അവൈലബിൾ ആയിട്ടുള്ള കാര്യമല്ല, അതുകൊണ്ട് ഞാൻ നോർമൽ ഉപ്പ് വെച്ചിട്ടാണ് ഞാൻ കഴുകി വെക്കുന്നത്. ഇതൊക്കെ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഡബ്ബാസാണ് കേട്ടോ. അടിപൊളി ഡബ്ബയാണ്, ഭയങ്കര സ്ട്രോങ് ആണ്. എന്നുവെച്ചാൽ ഭയങ്കര എയർ ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന സാധനം കേട്ടോ. ഞാൻ വിചാരിച്ചു ക്വാളിറ്റിക്ക് വല്ല വ്യത്യാസം വരുമെന്നൊക്കെ വിചാരിച്ചാൽ ഒരു പ്രശ്നമില്ല, നല്ല സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കണവയിലിങ്ങനെ കുറച്ചിങ്ങനെ കറുത്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിപ്പുണ്ടാവും. അതൊക്കെ ഒന്ന് കഴുകി വൃത്തിക്കെടുക്കാനുണ്ട്. അങ്ങനെ നമ്മുടെ ഏകദേശം ക്ലീനിങ് പരിപാടിയൊക്കെ കഴിയാറായിട്ടുണ്ട്. ഇനി അതൊക്കെ എല്ലാം വൃത്തിക്ക് ഫ്രീസറിൻ്റെ അകത്ത് വയ്ക്കണം. കാര്യം നമ്മുടെ കുട്ടി ഫ്രീസറാണ്, അതിൽ ഒതുങ്ങുന്ന രീതിയിൽ എല്ലാം നീറ്റായിട്ട് വയ്ക്കാനുണ്ട്. അങ്ങനെ നീറ്റായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനി തനിക്കുട്ടിക്കുള്ള പാല് കാച്ചാനുണ്ട്, അതും കൂടെ കാച്ചി പിന്നെ നാളത്തെ രാവിലത്തേക്കുള്ള അപ്പത്തിനുള്ള മാവൊക്കെ അരച്ച് വെച്ചു. പിന്നെ തനിക്കുട്ടിക്ക് വേണ്ടി DIY എന്നൊരു ക്യൂട്ടായിട്ടുള്ള ലഞ്ച് ബോക്സ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ട് ഇരിക്കുന്നതാണ് മേടിച്ചേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ നമുക്ക് ഇനി പൂനെ വ്ളോഗുമായിട്ട് നമുക്ക് ഇനി അടുത്ത ദിവസങ്ങളൊക്കെ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.